ഹായ് നമസ്കാരം കൂട്ടുകാരെ. നമ്മളിന്നുള്ളത് ചെറുകടപ്പുറത്താണ് ട്ടോ. ചെറുകടപ്പുറം എന്ന് പറയുമ്പോൾ നമ്മളുടെ മാഞ്ഞാലിക്ക് പോകുന്ന റൂട്ടാണത്. ഇത് ശരിക്കും വരുന്നത് നോർത്ത് പറവൂർ ഭാഗത്തായിട്ട് വരും. നമ്മളിന്ന് വന്നിരിക്കുന്നത് സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെയുള്ള വെസൽ ഫിൽട്രേഷൻ തന്നെയാണ്. നമുക്ക് ചെയ്യേണ്ട വീട് ഈ കാണുന്ന വീടാണ്. അപ്പൊ നമുക്ക് വെക്കേണ്ട സംഭവം ആ ഒരു സെൻസൈഡിന്റെ മേലെ ആയിട്ട് വരും നമുക്ക് വെസൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ 13-14 ടാറ്റയുടെ വെസലാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങളെ വേറൊരു സംഭവം കാണിച്ചു തരാം. പാലം കയറി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സൈറ്റ്. ഇവിടെയാണ് നമുക്കൊരു തോട് ഇതിലേ പോകുന്നുണ്ട്. അപ്പോൾ ആ തോട്ടിലെ വെള്ളവും നമുക്കിതിലെ ഉറവയായിട്ട് കിണറ്റിലേക്ക് വരുന്നുണ്ട്. ഇവിടെ 2 സോഴ്സ് ഉണ്ട്, ബോർവെല്ലും ഉണ്ട്, അതേമാതിരി തന്നെ ഓപ്പൺ വെല്ലും ഉണ്ട്. നമുക്ക് ഓപ്പൺ വെല്ലിനെ മാത്രം ചെയ്ത് വെച്ചാൽ മതി. ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറയാനായിട്ട് നന്നായിട്ട് ഉപ്പാണ്, അതുപോലെ തന്നെ ഹാർഡ്നെസ്സും ഉണ്ട്. ഹാർഡ്നെസ് മാറ്റാനായിട്ട് നമുക്ക് സോഫ്റ്റ്നർ മീഡിയിട്ട് നമുക്ക് ഹാർഡ്നെസ് മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം നിലവിൽ ഇപ്പോൾ അത് ചെയ്യേണ്ടതാണ് ക്ലയൻറ്റിൻ്റെ അഭിപ്രായം. പിന്നെ അകത്ത് നമുക്ക് പ്യൂരിഫയർ കുടിക്കാനും പാചകത്തിനുള്ള പ്യൂരിഫയർ വെക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് അയൺ കണ്ടന്റ് 1.5 ppm മേലെയാണ് ഇവിടെ അയൺ കണ്ടന്റ്. അതുപോലെ തന്നെ പാട കെട്ടിയിട്ടുണ്ട്, വെള്ളത്തിൽ ഉപ്പുണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് അയൺ കണ്ടന്റും ആ പാട കെട്ടിയത്, മണം, പിന്നെ ചെളിയുടെ ഇത് പ്രശ്നം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മാറ്റിയെടുക്കേണ്ട ആദ്യം. അപ്പോൾ കുടിക്കാനും പാചകത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകത്ത് പ്യൂരിഫയർ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ആ വെല്ലൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വെല്ല്. നമ്മുടെ ഈ വെല്ലിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു തെളിവെള്ളന്മാരെ കാണുന്നത്. ഇതിപ്പോൾ കാലത്തെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല വെള്ളത്തിന്. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ പാട കെട്ടും വെള്ളത്തിന്. അതേപോലെ തന്നെ അയണിന്റെ സാന്നിധ്യം നന്നായിട്ടുണ്ട്, ഡിസോൾവ് ആയി കിടക്കുന്ന അയണിന്റെ സാന്നിധ്യം. അപ്പൊ നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പൊ കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇതാണ് ഇവിടെ വെള്ളത്തിന്റെ അവസ്ഥ. ഇവിടെയാണ് നമുക്ക് വെസൽ വെക്കേണ്ടത്. ഈ സെൻസൈഡിന്റെ ഈ സൈഡിൽ കണ്ടിട്ടാണ് നമുക്കിവിടെ വെസൽ ഫിക്സ് ചെയ്യേണ്ടത്. സ്ഥലം കുറച്ച് കുറവാണ്, നോക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉടനടി തന്നെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ടാങ്കിൽ ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് ടാങ്കിൻ്റെ അകത്ത് നമ്മൾ സ്പ്രിംഗ്ലർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഏരിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഫിക്സ് ചെയ്തോളൂ. അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെസൽ ഫിൽട്രേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ താഴ്ത്തുന്നത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്ക് വാഷാണ്. ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലൈനപ്പ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ താഴത്തുനിന്നുള്ള വ്യൂ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സെൻസൈഡ് വാർക്കട മേലെയാണ് നമ്മളിത് ഫിക്സ് ചെയ്തേക്കുന്നത്. നല്ല വെയിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് തന്നെ വിചാരിക്കണം.
അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെള്ളമില്ല, നമ്മൾ ടാങ്ക് ആദ്യം നിറഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ബാക്ക് വാഷിങ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പം നേരത്തെ കസ്റ്റമർ പിടിച്ചു വെച്ച വെള്ളം ഉണ്ടത് നമ്മുടെ കുപ്പിയിൽ തിരുവോളം നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അത് പിടിച്ചു വെച്ചേക്കണം. നമുക്ക് കിണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. മഞ്ഞപ്പാണ്, ക്ലിയർ ആവുന്നത് തന്നെ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, അപ്പൊ ഇത് ഓറഞ്ച് ജ്യൂസ് അല്ലട്ടാ, നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റിയാണ്. റോ വാട്ടർ ക്വാളിറ്റി ഇരുന്ന് ഊറി കഴിയുമ്പോൾ വരുന്നതാണത്. അതായത് പ്രത്യക്ഷത്തിൽ എന്താണെന്നുള്ള കാര്യം ഞാൻ വെല്ലിൽ നിങ്ങൾ കാണിച്ചായിരുന്നു. പിന്നെ ഇതിനകത്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്സിജനായിട്ട് സമ്പർക്കം വന്നു കഴിയുമ്പോൾ സെറ്റിൽ ഡൗൺ ആവും. 1.5 ppm മേലെ നമുക്ക് അയണിന്റെ വാല്യൂ ഉണ്ടായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പൊ ഇതാണ് ഇവിടുത്തെ റോ വാട്ടറിന്റെ ക്വാളിറ്റി. ഇനി നിങ്ങളെ ഞാൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ വായോ. അപ്പൊ ഇതിനകത്ത് സർക്കസിലെ മാരെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ചാടി ഇറങ്ങിയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ ഒരു ഞാണമ്മക്കളിയാണ് സംഭവം. സ്പേസ് കുറവായതിന്റെ പേരിൽ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പൊ നമ്മൾ ഈ ലൈൻ ചാർജ് ചെയ്തു. അപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങളെ സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാണിച്ചു തരാം. ഇത് നമ്മുടെ വെള്ളത്തിന്റെ സാമ്പിളാണത്. അപ്പോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി, നമ്മുടെ റോ വാട്ടറിന്റെ ക്വാളിറ്റി. അപ്പൊ ഇത് തമ്മിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ നമ്മളുടെ ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം കിട്ടിയ പ്രൊഡക്റ്റ് എന്താണെന്നും റോ വാട്ടർ ക്വാളിറ്റി എന്താണെന്നും. അപ്പൊ നമ്മൾ ഫിൽറ്റർ വെച്ചിട്ട് സംഭവം സക്സസ് ആയിട്ടുണ്ട്. ക്ലയന്റിനെയും കാണിച്ചു. കാരണം ഇന്ന് ഇവിടെ പൂജയാണ് 3 മണിക്ക്, ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ പൂജാരിയും മറ്റു പലരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് എത്തണത്. അപ്പൊ അതിന്റെ തിക്കും തിരക്കിലാണ് നമ്മൾ ഈ പണി അങ്ങോട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ വന്ന് ഈ പണി നമ്മൾ ചെയ്യാൻ കാരണം ഇന്നിപ്പോ പൂജയ്ക്ക് മുന്നേ നമ്മളെല്ലാം റെഡിയാക്കി കൊടുക്കാനുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ചെയ്തു, സക്സസ് ആണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതേപോലത്തെ വെസൽ ഫിൽട്രേഷൻ അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ RO സിസ്റ്റം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.